ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 17-ാമത്തെ വചനവും 20 മുതൽ 26 വരെയുള്ള തിരുവചനങ്ങൾ. ഒരു ചെറിയ ക്ഷമാപണത്തോടെയാണ് ഇന്നത്തെ ധ്യാനം വിചിന്തനം തുടങ്ങുന്നത്. കാരണം ഈ വിചിന്തനം നിങ്ങളുടെ കയ്യിൽ എത്തുമ്പോൾ അല്പം താമസിച്ചിരിക്കും. ഇന്ന് POCയിൽ വെച്ച് കേരള തിയോളജിക്കൽ അസോസിയേഷൻ, കേരള ദൈവശാസ്ത്ര സമിതി KT എന്ന് പറയും, നടത്തിയ ഒരു സെമിനാറായിരുന്നു. സെമിനാറിൻ്റെ വിഷയം ഇതായിരുന്നു: മതാചാരങ്ങളും മനുഷ്യൻ്റെ മൗലികാവകാശങ്ങളും. അപ്പോൾ ആ സെമിനാർ വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അതിനാൽ അതിനുശേഷം മാത്രമേ ഈ വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇടാനായിട്ട് പറ്റിയുള്ളൂ. ഒരു ചെറിയ ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ്. ഇന്നത്തെ സുവിശേഷത്തിൻ്റെ സന്ദർഭം നമ്മളൊന്ന് ഓർക്കണം. ഈശോ തൻ്റെ സമതല പ്രസംഗം എന്ന് ലൂക്കായുടെ സുവിശേഷത്തിൽ പറയുന്ന പ്രസംഗം ആരംഭിക്കുന്നത് മലയിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സമതലത്തിൽ നിന്ന് പഠിപ്പിക്കാൻ തുടങ്ങുന്നു. ഈ ഭാഗത്ത് ഇന്ന് നമ്മൾ കേട്ടത് ഈശോ 4 ഭാഗ്യങ്ങൾ, 4 ദുരിതങ്ങൾ പറയും. ഭാഗ്യങ്ങൾ ഏതൊക്കെയാണ്? ഭാഗ്യങ്ങൾ: ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ, സമൂഹം നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും പുറന്തള്ളുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ. ഇത് സാധാരണ ലോജിക്കിന് വിരുദ്ധമാണ്. കാരണം എന്താണ്? ഒരാൾക്ക് ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ അത് വലിയ കഷ്ടപ്പാടാണ്. പക്ഷേ ഈശോ പറയുന്നു അതൊരു ഭാഗ്യമാണ്. വിശക്കുമ്പം ഒന്നും ഭക്ഷിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ വലിയ കഷ്ടപ്പാടാണ്. ഈശോ പറയുന്നു അതൊരു ഭാഗ്യമാണ്. ജീവിതത്തിൽ വലിയ നൊമ്പരം വന്ന് കണ്ണ് നിറയുകയും കണ്ണുനീരൊഴുകുകയും ചെയ്യുമ്പോൾ അതൊരു സങ്കടമല്ലേ? പക്ഷേ ഈശോ പറയുന്നു ഭാഗ്യമാണ്. പിന്നെ സമൂഹം നമ്മളെ ഒറ്റപ്പെടുത്തുകയും അവസാനം പുറന്തള്ളുകയും ചെയ്യുമ്പോൾ എന്താ? സങ്കടമല്ലേ ഉണ്ടാവുള്ളൂ. ഈശോ പറയുന്നത് ഭാഗ്യമാണ്. ഇത് വളരെ സാധാരണ ലോജിക്കിന് വിരുദ്ധമായൊരു കാര്യമാണ് ഈശോ പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഈശോ ഉടനെ തന്നെ അതിന് വിരുദ്ധമായിട്ട് 4 കാര്യങ്ങൾ പറയുന്നു. അത് ദുരിതമാണ്. അതായത് ഏതൊക്കെ നമ്മൾ സാധാരണ ജീവിതത്തിൽ ഭാഗ്യമാണെന്ന് കരുതുന്നോ അതൊക്കെ ഈശോ പറയുന്നു ദുരിതമാണ്. സമ്പന്നരെ നിങ്ങൾക്ക് ദുരിതം, കാശുണ്ടാകുന്നത് ദുരിതമാണെന്ന്, സംതൃപ്തി അടയുന്നത് ദുരിതമാണെന്ന്, സന്തോഷിക്കുന്നവരെ ദുരിതം, അവസാനം സമൂഹം നിങ്ങളെ അംഗീകരിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുമ്പോൾ അതും ദുരിതമാണ്. എന്താ ഈശോ ഈ പറയുന്നതിൻ്റെ ലോജിക്ക്? ഇത് തിരിച്ചറിയണമെങ്കിൽ 21-ാമത്തെ വചനം ശ്രദ്ധിക്കണം. അതിൽ പറയുന്നത് വിശക്കുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, അനുഗ്രഹീതർ, എന്തെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും. ഈ തൃപ്തരാക്കപ്പെടും എന്ന് പറഞ്ഞിരിക്കുന്ന പദത്തിൻ്റെ പ്രയോഗം ശ്രദ്ധിക്കണം. അത് കർമ്മണി പ്രയോഗമാണ്, പാസീവ് വോയിസ്. യഹൂദൻ പാസീവ് വോയിസ് അല്ലെങ്കിൽ കർമ്മണി പ്രയോഗം ഉപയോഗിക്കുന്നത് ദൈവനാമം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം അങ്ങനെ ഒരു കൽപ്പന തന്നെ ദൈവം അവന് കൊടുത്തിട്ടുണ്ട്. ദൈവത്തിൻ്റെ നാമം ഉപയോഗിക്കരുത്. അതുകൊണ്ട് എന്താണ്? ദൈവനാമം എന്നുള്ള യാവേ എന്ന് എഴുതിയാലും അവർ വായിക്കുന്നത് അതോണായി എന്നേ വായിക്കുകയുള്ളൂ. അതിനെ മലയാളത്തിൽ കർത്താവ് എന്ന് പറയാം, ദൈവം എന്നല്ല. അതുപോലെ തന്നെ ദൈവനാമം ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ഒരു സൂത്രപ്പണിയാണ് ഈ കർമ്മണി പ്രയോഗം അല്ലെങ്കിൽ പാസീവ് വോയിസ്. അതായത് ദൈവം സൃഷ്ടിച്ചു എന്ന് പറയുന്നതിന് പകരം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തെന്നാൽ നിങ്ങൾ തൃപ്തരാക്കപ്പെടും എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നിങ്ങൾ ദൈവത്താൽ തൃപ്തരാക്കപ്പെടും, ദൈവം നിങ്ങളെ തൃപ്തരാക്കും. വിശക്കുന്നവരെ ഭാഗ്യവാന്മാർ, ദൈവം നിങ്ങളെ തൃപ്തരാക്കും. ഇതാണ് ഈ ഭാഗ്യത്തിൻ്റെ അടിസ്ഥാന കാരണം. എന്താണ്? വിശക്കുന്നവർക്ക് ദൈവം തൃപ്തി കൊടുക്കാനായിട്ട് വരും എന്നുള്ള അവസ്ഥ. അങ്ങനെയാണെങ്കിൽ ഇതിന് സമാനമായ പ്രയോഗം 20-ാമത്തെ വചനത്തിൽ 23-ാമത്തെ വചനത്തിൽ ഈശോ പറയുന്നുണ്ട്. 20-ൽ പറയുന്നു ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. 2-ാമത്തതിൽ ദൈവം നിങ്ങളെ തൃപ്തി തരും എന്ന് പറയുന്നതിന് സമാനം ദൈവരാജ്യം. ദാരിദ്ര്യം ഉണ്ടാകുമ്പോൾ എന്താണ്? ദൈവരാജ്യം സ്വന്തമാക്കാൻ, ദൈവരാജ്യം അവകാശപ്പെടുത്താൻ, ദൈവരാജ്യം എന്ന സമ്പത്ത് കൊണ്ട് നിറയാനുള്ള സാധ്യത. ഇത് തന്നെയാണ് 23-ൽ എന്തെന്നാൽ നിങ്ങളുടെ പ്രതിഫലം സ്വർഗത്തിൽ വലുതായിരിക്കും. അതായത് ഈ ഇല്ലായ്മകൾ, അത് സമ്പത്തിൻ്റെ കുറവാണെങ്കിലും, ഭക്ഷണത്തിൻ്റെ കുറവാണെങ്കിലും, സന്തോഷത്തിൻ്റെ കുറവാണെങ്കിലും, സാമൂഹിക അംഗീകാരത്തിൻ്റെ കുറവാണെങ്കിലും അതൊരു സാധ്യതയാണ് നിൻ്റെ മുമ്പിൽ തുറന്നു തരുന്നത്. എന്ത്? ദൈവത്തിലേക്ക് കൈനീട്ടാനും പോരാ, ദൈവം നിന്നെ തൃപ്തനാക്കാനും, ദൈവത്തിൻ്റെ സമ്പത്ത് കൊണ്ട് നിറയാനും, ദൈവത്തിൻ്റെ അംഗീകാരം കൊണ്ട് നിറയാനുമുള്ള
സാധ്യത. അതുകൊണ്ടാണ് ഇതിനകത്ത് ഭാഗ്യമെന്ന് ഈശോ പറയുന്നത്. അതായത് ഈ ദാരിദ്ര്യവും വിശപ്പും സങ്കടവും വരുമ്പോൾ എന്താ സാധ്യത? ഈ മരണം കൊണ്ട് തീർന്നു പോകുന്ന സംഗതികളാണ്. ഏതൊക്കെ? ഈ പറയുന്ന സമ്പത്തും, പണം, ഈ പറയുന്ന ഭക്ഷണവും, ഈ പറയുന്ന സന്തോഷവും, പോരാ സമൂഹം തരുന്ന അംഗീകാരവും മരണം കൊണ്ട് തീർന്നു പോകുന്ന സംഗതികളാണ്. ഈശോ പറയുന്നു, ഇതിൻ്റെയൊക്കെ ഇല്ലായ്മ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാധ്യത, മരണം കൊണ്ട് തീർന്നു പോകാത്ത ഒന്നിലേക്ക് കൈനീട്ടാൻ, എത്തിപ്പിടിക്കാൻ ഒരു സാധ്യത നിനക്കുണ്ടാകുന്നു. എന്താണ് മരണം കൊണ്ട് തീർന്നു പോകാത്തത്? ആണ് ദൈവത്താൽ തൃപ്തനാക്കപ്പെടുന്ന അവസ്ഥ, ദൈവമാകുന്ന സമ്പത്താൽ സമ്പന്നനാകുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ അംഗീകാരത്താൽ നിറയുന്ന അവസ്ഥ. നിന്റെ ഇല്ലായ്മകൾ നിന്റെ മുമ്പിൽ ഒരു സാധ്യത തുറന്നു തരികയാണ്, ദൈവത്തിൽ നിന്നും സ്വീകരിക്കാനുള്ള സാധ്യത. മറിച്ച് പറഞ്ഞാലോ, എന്തുകൊണ്ടാണ് മറ്റതൊക്കെ ദുരിതമാണെന്ന് പറയുന്നത്? സമ്പത്ത് ദുരിതം, ഭക്ഷണം ദുരിതം, മറ്റുള്ളവർ തരുന്ന അംഗീകാരം ദുരിതം, സന്തോഷം ദുരിതം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണ്? അത് സ്വീകരിച്ചു കഴിയുമ്പോൾ അതിൽ കെട്ടുപിണഞ്ഞു പോകാനുള്ള ഒരു അപകടമുണ്ട്. സമ്പന്നനായിരിക്കുന്നവൻ സമ്പത്തിൽ കെട്ടുപിണഞ്ഞു പോകാനുള്ള അപകടത്തിലേക്ക് വന്നുപെടുകയാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊണ്ട് തൃപ്തനാകുന്നവനും ഭക്ഷണത്തിൽ കെട്ടുപിണഞ്ഞു പോകാൻ, അതുപോലെ തന്നെ ഇവിടെ കിട്ടുന്ന സന്തോഷങ്ങൾ അതിൽ കെട്ടുപിണഞ്ഞു പോകാൻ, പോരാ സമൂഹം തരുന്ന അംഗീകാരം അതിൽ കെട്ടുപിണഞ്ഞു പോകാനുള്ള അപകടം. ഇതിൽ കെട്ടുപിണഞ്ഞു പോയാൽ എന്താ സംഭവിക്കുക? അതൊരു ദുരിതമാണ്. കാരണം എന്താണ്? മരണത്തോടെ ഇതെല്ലാം അവസാനിക്കും. അപ്പോൾ മിച്ചമൊന്നും ഇല്ലാതായി വരുന്ന അവസ്ഥ. അതുകൊണ്ട് ഈശോ പറയുന്നത് എന്താണ്? നിന്റെ കുറവുകളുണ്ട്, ഇല്ലായ്മകളുണ്ട്, നിന്റെ നിസ്സാരതകളുണ്ട്. കാശിൻ്റെ ഇല്ലായ്മ, ഭക്ഷണത്തിൻ്റെ ഇല്ലായ്മ, അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെ ഇല്ലായ്മ, സാമൂഹ്യ അംഗീകാരത്തിൻ്റെ ഇല്ലായ്മ. ഈ ഇല്ലായ്മകൾ നിൻ്റെ മുമ്പിൽ തരുന്ന സാധ്യത ഒരു ഭാഗ്യമാണ്. തമ്പുരാൻ്റെ നിറവ് കൊണ്ട് നിറയാൻ ഉള്ള സാധ്യത. മറ്റത് അപകടമാണ്. ഏത്? ഈ പറയുന്ന സമ്പത്തും ഭക്ഷണവും സന്തോഷവും സമൂഹത്തിൻ്റെ അംഗീകാരവും കൊണ്ട് നിറയുമ്പോൾ, അതിൽ സന്തോഷിച്ച് നിൽക്കുമ്പോഴുള്ള അപകടം, അതിൽ കെട്ടുപിണഞ്ഞു പോകാനുള്ള ഒരു അപകടത്തിലേക്ക് നീ വന്നുപെടുന്നു. എന്ന് പറഞ്ഞാൽ ഈശോ നമ്മളോട് ഇന്ന് ആവശ്യപ്പെടുന്നത്, അതായത് നമുക്ക് സമ്പത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും സാമൂഹ്യ അംഗീകാരത്തിൻ്റെയും കുറവുകളിലാണെങ്കിൽ അത് തരുന്ന സാധ്യത തിരിച്ചറിയുക. ഇതിനും അപ്പുറത്തുള്ള ദൈവം തരുന്ന കാര്യങ്ങളുണ്ട്. അതിലേക്ക് കൈനീട്ടാനും മനസ്സ് തിരിക്കാനും ഉള്ള സാധ്യതയാണ് തുറന്നു തരുന്നത്. ഇനി നേരെ മറിച്ച് ഈ പറയുന്ന സമ്പത്തും ഭക്ഷണവും തൃപ്തിയും സാമൂഹിക അംഗീകാരവും കൊണ്ട് നിറയുമ്പോഴോ അത് നിനക്ക് ഒരു അപകടമാണ്, ദുരിതമാണ്. അതിൽ കെട്ടുപിണഞ്ഞു പോകാൻ. അപ്പോൾ ഈ പറയുന്ന സംഗതികളിൽ നിന്നും ഒരു അകലം പാലിക്കുന്നിടത്ത് മാത്രമേ മരണത്തിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിൽ, മരണത്തിനപ്പുറത്തേക്ക് തമ്പുരാൻ തരുന്ന ജീവനിൽ നിനക്ക് ശ്രദ്ധിക്കാൻ പറ്റുള്ളൂ. തമ്പുരാനാൽ തൃപ്തനാക്കപ്പെടാനും തമ്പുരാൻ്റെ സമ്പത്ത് കൊണ്ട് നിറഞ്ഞ് ദൈവരാജ്യം സ്വന്തമാക്കാനും പറ്റുന്ന അവസ്ഥ. അതുകൊണ്ട് ഒരകലം പാലിക്കുക. അതാ ഈശോ ആവശ്യപ്പെടുന്നത്. ഗംഗാധരൻ ഡോക്ടർ പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പേഷ്യൻ്റ് ആയിരുന്നു അമ്മയ്ക്ക് ക്യാൻസർ വന്നു, ചികിത്സയായി. അവർ നേരത്തെ അങ്ങ് വടക്കേ ഇന്ത്യയിലായിരുന്നു. ക്യാൻസർ വന്നു, ആദ്യത്തെ സ്റ്റേജ് കഴിഞ്ഞ് വളരെ കൂടിക്കഴിഞ്ഞപ്പോൾ ചികിത്സയ്ക്കായിട്ട് അവർ തിരിച്ച് നാട്ടിൽ വന്നതാണ് പാലക്കാട്ടുകാർ. പണ്ട് ഇവർ ജോലിക്കായിട്ട് അങ്ങോട്ട് പോയതാണ്. 2 മക്കളുണ്ട്, ചെറുപ്പക്കാരാ, ആങ്ങളെയും പെങ്ങളും. അവർ രണ്ടുപേരും ഡാൻസ് അവർക്കൊരു പാഷനാണ്. അതിനുവേണ്ടി ജീവിതം സമർപ്പിച്ചിരിക്കുക. കൊറിയോഗ്രാഫി, നല്ല പ്രൊഫഷണൽ ഡാൻസുകാരാകണം. അവർ ഇവിടെ വന്ന് നിൽക്കുക അമ്മയുടെ കൂടെ. മുത്തച്ഛനുമുണ്ട് വീട്ടിൽ. ഈ തറവാടൊക്കെ വിറ്റിട്ട് അവർ പതിയെ അമ്മയുടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാലം നീണ്ടു പോവുകയാണ്. ഓരോ പ്രാവശ്യം ഡോക്ടറെ കാണാൻ വരുമ്പോഴും ഇവർ കൂടെ വരും. അങ്ങനെ കുറേ ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ ചോദിച്ചു, സ്ഥിരമായിട്ട് ഇങ്ങനെ നാട്ടിൽ നിന്നാൽ നിങ്ങളുടെ ഡാൻസ് കരിയർ, പ്രൊഫഷൻ അത് അപകടത്തിലാകുകയല്ലേ? അപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടറെ, ഞങ്ങൾക്ക് ഇനിയും സമയമുണ്ടല്ലോ ഡാൻസിനും കൊറിയോഗ്രഫിക്കും ഒക്കെ. പക്ഷെ ഞങ്ങൾക്ക് അമ്മയുടെയും മുത്തച്ഛൻ്റെയും കൂടെ ഇപ്പോഴല്ലേ സമയം ചെലവഴിക്കാൻ പറ്റുള്ളൂ. ഏതാണ് വലുത്? പോരാ, ജീവിതത്തിൽ വന്ന് പെടുന്ന കുറവുകൾ, ഇല്ലായ്മകൾ, ദാരിദ്ര്യമാകാം, രോഗമാകാം, ദുഃഖമാകാം, അത് നിൻ്റെ മുമ്പിൽ ഒരു സാധ്യത തുറന്നു തരികയാണ്. മരണത്തിനപ്പുറത്ത് നിൽക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നിൻ്റെ ജീവിതത്തെ തിരിക്കാൻ, അതിലേക്ക് എത്തിപ്പിടിക്കാൻ,
ദൈവത്താൽ തൃപ്തൻ ആക്കപ്പെടുന്ന അവസ്ഥ, ദൈവരാജ്യത്താൽ സമ്പന്നനാക്കപ്പെടുന്ന അവസ്ഥ, ദൈവരാജ്യത്തിൽ സ്ഥാനം കിട്ടുന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ ഈശോയുടെ ഇന്നത്തെ വചനം നമ്മുടെ മനസ്സിൽ അടിവരയിട്ട് സൂക്ഷിക്കുക. ഏതാണ്? സമ്പത്തും ഭക്ഷണത്തിൻ്റെ സമൃദ്ധിയും സന്തോഷവും സമൂഹത്തിൻ്റെ അംഗീകാരവും ഒരപകടമാണ്. അതൊരു ദുരിതത്തിലേക്ക് അതിനെ കൊണ്ടുപോകാനായിട്ട് സാധ്യതയുള്ളത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഈശോ തരുന്ന മുന്നറിയിപ്പ് സ്വീകരിച്ചിട്ട് ഇതിൽ നിന്നും ഹൃദയം കൊണ്ടൊരു അകലം പാലിച്ചെങ്കിൽ മാത്രമേ മരണത്തിന് അപ്പുറത്തേക്ക് നീളുന്ന പ്രധാനപ്പെട്ട നിൻ്റെ ജീവൻ്റെ അംശങ്ങളെ വളർത്താൻ പറ്റുള്ളൂ. അവർ പറഞ്ഞില്ലേ, ഞങ്ങൾക്ക് നാളെയും കൊറിയോഗ്രാഫി പഠിക്കാൻ പറ്റും, പക്ഷേ ഞങ്ങളുടെ അമ്മയുടെയും മുത്തച്ഛൻ്റെയും കൂടെ ചെലവഴിക്കാനുള്ള സമയം ഏതാണ് വലുത്? ജീവിതത്തിൻ്റെ ജീവൻ്റെ സ്നേഹവും സന്തോഷവും അതാണ് വലുത്. അല്ലാതെ ഈ പറയുന്ന കടന്നു പോകുന്ന കാര്യങ്ങൾ, നിൻ്റെ സമ്പത്ത്, കാശ്, സമൂഹത്തിൻ്റെ അംഗീകാരം, അതുമല്ലെങ്കിൽ സമൂഹം തരുന്ന ബാക്കി സന്തോഷങ്ങൾ. ഈശോ പറയുന്ന ഈ ജീവിതത്തിൻ്റെ അടിസ്ഥാന പ്രമാണം നമുക്ക് സ്വീകരിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് എന്നുള്ള തിരിച്ചറിവ്. നമുക്ക് പ്രാർത്ഥിക്കാം. നാഥ, നീ ഇന്ന് നിൻ്റെ ജീവിത സന്ദേശത്തിൻ്റെ അടിസ്ഥാന പ്രമാണമാണ് നീ ഈ പ്രസംഗത്തിൽ പറയുന്നത്. ദരിദ്രരായിരിക്കുന്നവർ ഭാഗ്യവാന്മാർ, കരയുന്നവർ ഭാഗ്യവാന്മാർ, സമൂഹം ഒറ്റപ്പെടുത്തുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോൾ ഭാഗ്യവാന്മാർ. ശരി, ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളും ഇല്ലായ്മകളും വന്ന് പെടുമ്പോൾ അത് തരുന്ന സാധ്യത തിരിച്ചറിഞ്ഞ് നിന്നിലേക്ക് കൈനീട്ടാൻ, നീയാൽ തൃപ്തനാക്കപ്പെടാനും നിൻ്റെ ഭരണമാകുന്ന രാജ്യമാകുന്ന അവസ്ഥയാൽ സമ്പന്നനാക്കപ്പെടാനുമുള്ള വലിയ അനുഗ്രഹവും ശ്രദ്ധയും നീ തരണമേ. അതോടൊപ്പം സമ്പത്തും സന്തോഷവും അംഗീകാരവും കിട്ടുമ്പോൾ അതിൽ കെട്ടുപിണഞ്ഞു പോകാതെ ഈശോയെ അതിൽ നിന്നും ഒരകലം പാലിക്കാൻ, കാരണം ഇതൊക്കെ കടന്നു പോകുന്നതാണ് എന്ന് എന്നെ തന്നെ ഓർമ്മപ്പെടുത്താനുള്ള ശ്രദ്ധ. ആ ഓർമ്മപ്പെടുത്തലിലൂടെ ഒരകലം പാലിച്ച് ജീവിക്കാൻ, കടന്നു പോകാത്തവയെ ശ്രദ്ധിച്ച് ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിക്കാനുള്ള കൃപ തരണമേ. ആമേൻ.